സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണം കിട്ടുന്നില്ല. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ SSKയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SSKയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1400 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പം ആ പണം കേരളത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില വ്യവസ്ഥകൾ കേന്ദ്രം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏതെല്ലാമാണ് ഈ കാര്യത്തിൽ അംഗീകരിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്. മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം, ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഈ കാര്യത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക. കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്നാണല്ലോ ഇത്. അങ്ങനെയാണല്ലോ പറയുന്നത്, വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. എനിക്കറിയില്ല അതിന്റെ പൂർണ്ണവിവരം. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട കാശ് കിട്ടുന്നില്ല. അപ്പൊ ഈ കാശ് കേരളത്തിന് അർഹതപ്പെട്ട ഈ കാശ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കി ഏതെല്ലാം വ്യവസ്ഥകൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ബന്ധപ്പെട്ട് വിവാദം വരുന്ന രണ്ട് ഘട്ടത്തിൽ, ഒന്ന് കേരളം ഇത്രയും നാൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത സ്കൂളുകൾ ബ്രാൻഡ് ചെയ്യപ്പെടും. രണ്ട് അവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞത്. പഠിക്കേണ്ടി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം. സോറി നിങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചിട്ട് കാര്യം. ഞാൻ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്കാണ് ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഈ കരാറിലെ വ്യവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആ കരാറിലെ വ്യവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് കേരളത്തിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയുള്ളൂ. ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ നിങ്ങളിപ്പോ എത്ര സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു പ്രശ്നം എനിക്ക് പറയാനില്ല. എന്നെ വിളിച്ച് ചോദിച്ചവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കാണാന്ന് വെച്ചത്. ഇല്ല, ഞാൻ കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഇത് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയാം. അത്രേ പറയാൻ കഴിയുള്ളൂ. ഇതിനെപ്പറ്റി ഇനി ചർച്ച വേണ്ട. അല്ല, ഞാൻ പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ചർച്ച നടത്തിയിട്ട് നിങ്ങളുടെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലൈനിൽ എന്നെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ അതിന് തയ്യാറല്ല. ഇല്ല, അത് അവര് ചർച്ച ചെയ്തോട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ. അല്ല, അതിന് ഞാൻ ആ ഡിസ്കഷൻ ഇല്ല. അവിടെ ഞാൻ അത് ക്ലോസ് ചെയ്തു. ആ സബ്ജക്ട് ഞാൻ ക്ലോസ് ചെയ്തു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ പറയില്ല, ഞാൻ പ്രതികരിക്കില്ല. ഇനി നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചോ. നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ. നിങ്ങളത് സഹകരിക്കണം. ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തതിനു ശേഷം ഞാൻ എന്തെങ്കിലും തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കും. വലിയ സംശയം നിങ്ങൾക്ക്? CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടിയല്ലേ? അവിടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയോ മുന്നണിക്ക്? അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങളും കേൾക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുണ്ട്. അവർക്കെല്ലാം ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് എല്ലാവരും ഇരുന്ന് കേൾക്കും. ആർക്കും ഒരാൾ ഇതിന്റെ അതോറിറ്റി എന്നുള്ളതല്ല. അല്ല, അത് വേറെ പ്രശ്നം. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിർത്തി എന്നുള്ളത്. ഇനി ഈ വിഷയമായിട്ട് നിങ്ങൾ വേണോ ചോദിച്ചോ, ഞാൻ പറയില്ല.
എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്. അവിടെ ഞാൻ പറഞ്ഞു. വേറെ എന്താ വിഷയമുണ്ട്? അല്ല, അതിനെപ്പറ്റി ഞാനില്ല. ഞാൻ ഈ PM-ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശം അതൊക്കെ നിങ്ങളെ വ്യാഖ്യാനല്ലേ? നിങ്ങൾ വ്യാഖ്യാനിച്ചോ. നിങ്ങളെ വ്യാഖ്യാനത്തിന് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട. ഞാനങ്ങനെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ അഭിപ്രായം, ഇതിനകത്തുള്ള വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കിയതിനു ശേഷമേ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കും. നിങ്ങൾ മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട്ടായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും. എന്നാലും പത്രക്കാരല്ലേ, നിങ്ങളെ ബന്ധുക്കളല്ലേ. അപ്പൊ ഞാൻ സംസാരിക്കും. എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. വെറുതെ നമ്മൾ പറഞ്ഞിങ്ങനെ വെറുതെ അലമ്പുണ്ടാക്കുന്നതിനാ. ഞാൻ വളരെ